ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചതിലും നേരത്തെ നമ്മളുടെ ജൂൺ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നിരിക്കുകയാണ്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇഗ്നോയുടെ സൈറ്റിൽ പോവുക. അതിനുശേഷം അതിൽ അലേർട്ട് എന്നുള്ള ഭാഗത്ത് ഓൺലൈൻ ലിങ്ക് ഫോർ ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് ഫോർ ജൂൺ 2024 TE ഫോർ ODL IOP സ്റ്റുഡൻസ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ളൊരു വിൻഡോ ആണ് വരിക. ഇതിൽ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ പ്രോഗ്രാമും സെലക്ട് ചെയ്ത് സബ്മിറ്റ് അടിച്ചു കൊടുക്കുക. ശേഷം വരുന്ന വിൻഡോയിൽ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതായത് എക്സാമിന് കെയർഫുള്ളായിട്ട് നമ്മളുടെ ആൻസർ ഷീറ്റിൽ എൻറോൾമെൻറ്റ് നമ്പർ എഴുതണം. അഥവാ 9 എൻറോൾമെൻറ്റ് നമ്പറാണ് ഉള്ളത് എങ്കിൽ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പറിൻ്റെ മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ 0 ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ എക്സാമിന് അഡീഷണൽ ഷീറ്റുകളൊന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ബ്ലാങ്ക് പേജസ് വിടാൻ പാടില്ല. അതുപോലെ തന്നെ എക്സാമിന് അറ്റൻഡ് ആയ എക്സാമിന് അവർ പറയുന്ന സ്ഥലങ്ങളിൽ സൈൻ ചേർക്കേണ്ടതാണ്. നിങ്ങളുടെ പേരിൻ്റെ നേരെയായിട്ട് സൈന് ഇടേണ്ടതാണ്. അങ്ങനെ സൈൻ ചേർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എക്സാമിന് ആബ്സെൻ്റ് എന്ന രീതിയിൽ അവർ കണക്ക് കൂട്ടുന്നതായിരിക്കും. ആൻസർ ഷീറ്റിൽ എക്സാമിനെയും അതുപോലെ തന്നെ ഇൻവിജിലേറ്ററും സൈൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് നമുക്കിവിടെ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്നുള്ള അവിടെ ഒരു ക്ലിക്ക് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഹാൾ ടിക്കറ്റ് കിട്ടുന്നതാണ്. ഇതിൽ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം കോഡ്, പ്രോഗ്രാം നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, എക്സാം സെൻറ്റർ കോഡ്, അതുപോലെ തന്നെ നമ്മൾ ഏത് എക്സാമാണോ എഴുതുന്നത് അതിൻ്റെ രീതി ഉണ്ടാവും. പെൻ ആൻഡ് പേപ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം ആണെങ്കിൽ അവിടെ CBT എന്നും ഉണ്ടാവും. അതിന് താഴെയായിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ് ഉണ്ടാകും. പിന്നെ ഒരു QR കോഡ്, പിന്നെ നിങ്ങൾ ഏതൊക്കെയാണോ എക്സാം എഴുതുന്നത് അതിൻ്റെ ഡേറ്റ്, ഏത് ടൈമാണ് ഉള്ളത്, അതിൻ്റെ കോഴ്സ് കോഡ്, അതുപോലെ തന്നെ അത് ഏത് ടൈം, ഏത് മുതൽ ഏത് വരെ, 2 മണി മുതൽ 5 മണി വരെ ആണെങ്കിൽ അങ്ങനെ, അത് അല്ലെങ്കിൽ 10 മണി മുതൽ 1 മണി വരെ ആണെങ്കിൽ അങ്ങനെ. അതിനുശേഷം നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ആദ്യം ഉണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒക്കെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് പ്രിൻ്റ് എന്ന് കാണാം. അവിടെ പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് പ്രിൻ്റർ സെലക്ട് ചെയ്യാം. അതിനുശേഷം എത്ര കോപ്പീസ് വേണം, എത്ര റേഞ്ച് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് 5 പേജസാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ 5 വേണമെങ്കിൽ, ഇൻസ്ട്രക്ഷൻ അടക്കമുള്ള 5 വേണമെങ്കിൽ 5 സെലക്ട് ചെയ്യുക, 1 to 5 എന്ന്. അതല്ല നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് മാത്രമാണ് വേണ്ടതെങ്കിൽ 1 to 1 എന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് എക്സാം ഹാളിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഫ്രണ്ട് ഷീറ്റാണ്. നമ്മളുടെ പേരും നമ്മളുടെ ഫോട്ടോയൊക്കെ ഉള്ള ഈ ഒരു ഷീറ്റാണ് നമുക്ക് വേണ്ടത്. ഇനി ഫോണിൽ സേവ് ചെയ്ത് വെച്ച് പിന്നീട് പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ നമുക്ക് അത് നമ്മളുടെ വാട്സപ്പിലേക്കോ അതല്ലെങ്കിൽ നമ്മളുടെ ഫയൽസിലേക്കോ എങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.